ഇതേ പഞ്ചാര ചിരി കൊണ്ട് പഞ്ചാരയുടെ മരുന്ന് തരുന്നത് കണ്ടോ. ഹായ്. അപ്പോൾ ഞങ്ങൾ ഇതേ നാളെ കഴിഞ്ഞിട്ട് ഞായറാഴ്ച നമ്മളുടെ നേർച്ച പറഞ്ഞിരിക്കുന്ന വാവയുടെ ചോറൂണ് സംബന്ധിച്ച യാത്രകൾക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇന്നലത്തെ മാതിരി എന്തായാലും മേടൊന്നും ഇന്ന് വലിയതായിട്ട് വാവ കാണിച്ചില്ല. ഇന്നാളിതേ ഉറങ്ങുന്നതിൻ്റെ ആ സ്റ്റൈലൊക്കെ കണ്ടില്ലേ. എന്നിട്ട് ഇന്ന് നേരത്തെ ഉറങ്ങി. എല്ലാ ദിവസവും ഇതുപോലൊക്കെ തന്നെയാണ്. ഇന്നലെ പിന്നെ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, ആൾക്കൊരു എക്സ്ട്രാ എനർജി ആയിരുന്നു ഇന്നലെ. അപ്പോൾ അതുകൊണ്ട് ഇന്നുണ്ട് ആൾക്കിന്ന് വിളിച്ചുണർത്തി പാലൊക്കെ കൊടുത്തിട്ടാണ് കിടത്തിയത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ വീഡിയോ ഒന്ന് ചെയ്യാൻ നേരിച്ചിരുന്നപ്പോഴത്തേക്ക് ആൾ പിന്നെയും ചാടി എഴുന്നേറ്റ്. പിന്നെ ആൾക്ക് ഡ്രസ്സ് ഉടുപ്പിടിക്കാതെ എന്താ കിടത്തിയേക്കുന്നതെന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് നല്ല ചൂട് ആൾക്ക് ഏൽക്കുന്നുണ്ട്. അതായത് പെട്ടെന്നൊന്ന് കറണ്ട് പോയാലോ ആ ഒരു 2 മിനിറ്റ് മതി ആൾ വിയർത്ത് കുളിച്ച് ഇതാകാം. നമുക്കിവിടെ ഫാനും കൂളറും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടും ആൾക്ക് അത് കാര്യമില്ല. ഞങ്ങൾ തന്നെ 2 നേരവും ഇതേ സനാമ 2 നേരം കുളിച്ചിട്ട്, ഞാനൊക്കെ ആണെങ്കിൽ 3 നേരം കുളിച്ചു. അങ്ങനെയൊക്കെയാണ് ഈ ചൂടിനെ നമ്മളിങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിതേ ഇപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞതേ ഉള്ളൂ. ആൾക്കും അയൻ്റെ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്, ആൾക്കും നിർത്തിയിട്ടില്ല. പിന്നെ പ്രത്യേകിച്ച് പഞ്ചാര ഉള്ളതാണല്ലോ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇത് എന്താണ് ഇങ്ങനെ പറയാൻ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ പല സ്ഥലങ്ങളിൽ നമ്മൾ പോയിട്ട് വരുമ്പോഴത്തേക്ക്, അയ്യോ നിങ്ങളിവിടെ വന്നിട്ട് ഞങ്ങൾ ഒന്നും പറഞ്ഞില്ല, എന്നുണ്ടെങ്കിൽ മോളെ ഒന്ന് കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വന്നിട്ട് വീഡിയോ ചെയ്യുന്നതിൽ, നിങ്ങൾ വരുന്നതിന് മുൻപൊരു വീഡിയോ ചെയ്തിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്ക് മോളെ ഒന്ന് കാണരുതെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നേരെ നാളെ മണ്ണാർശാലയാണ് ഞങ്ങൾ ആദ്യം ഞായറാഴ്ച മണ്ണാർശാലയാണ് ചോറ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആലപ്പുഴ വഴി ഞങ്ങൾ നേരെ മണ്ണാർശാലയ്ക്ക് പോകും. മണ്ണാർശാല നാഗരാജ ക്ഷേത്രത്തിൽ ചോറ് കൊടുത്തതിന് ശേഷം ഏകദേശം ഒരു 9 മണി ആ ഒരു സമയത്തൊക്കെ കൊടുക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിന് കഴിഞ്ഞതിന് ശേഷം നേരെ വെട്ടിക്കോട് നാഗരാജ ക്ഷേത്രത്തിലേക്ക് പോകും. അവിടെ വാവയ്ക്ക് തുലാഭാരമുണ്ട്. അപ്പോൾ തുലാഭാരം കഴിഞ്ഞിട്ട് നേരെ വാവയുടെ അച്ഛൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അച്ഛൻ്റെ വീട്ടിൽ അന്നൊരു ദിവസം, അത് കഴിഞ്ഞ് അച്ഛൻ്റെ ക്ഷേത്രത്തിൽ, അതായത് ചുനക്കര ക്ഷേത്രത്തിൽ തിങ്കളാഴ്ച രാവിലെ ചോറ് കൊടുത്തതിന് ശേഷം നേരെ ഞങ്ങൾ വർക്കലയ്ക്ക് പോകും. വർക്കല അരുവിപ്പുറം ക്ഷേത്രത്തിൽ ചോറ് കൊടുക്കും. അതിനുശേഷം ശിവഗിരിയിൽ കയറിയിട്ട് പിന്നെ ട്രിവാൻഡ്രം ഇവളുടെ 1-2 ഫ്രണ്ട്സ് ഉണ്ട്. ഇവളുടെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സ് ഇപ്പോൾ അവിടെയാണുള്ളത്. അപ്പോൾ അവരെ മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നേരെ പോയിട്ട് അവരെയും കൂടെ കണ്ടതിന് ശേഷം നേരെ തിരിച്ചു വരും. അപ്പോൾ ഒരു 3 ദിവസത്തെ ട്രിപ്പാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഈ 2 ദിവസം കൊണ്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ, പാക്കിങ് കാര്യങ്ങളൊക്കെ ഏകദേശം ഇപ്പോൾ തുടങ്ങി. അപ്പോൾ നാളെ ഇനി ഒരു ദിവസം കൊണ്ട് എല്ലാം കൂടെ സെറ്റ് ചെയ്തതിന് ശേഷം തിങ്കളാഴ്ച രാവിലെ ഇവിടെ നിന്ന് പുറപ്പെടാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞായറാഴ്ച രാവിലെ, എപ്പോഴും തിരുത്തുന്നു. അപ്പോൾ ഈ വരുന്ന വഴിയിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്ഷേത്രത്തിൽ എവിടെയെങ്കിലും വെച്ച് നിങ്ങളെ ആരെങ്കിലുമൊക്കെ മീറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഞങ്ങൾക്കും വാവയ്ക്കും വളരെയധികം സന്തോഷമായിരിക്കും. അപ്പോൾ ആ കാര്യം കൂടി ഒന്ന് നേരത്തെ അറിയിക്കാമെന്ന് വെച്ചതുകൊണ്ടാണ്. ഓക്കെ, ഹാപ്പി ലൈഫ്.